പുറത്തിറങ്ങാൻ പറ്റാതാവുക, ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താല്പര്യമില്ലായ്മ വരിക, എപ്പോഴും സങ്കടം, എന്താ ഒരു എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഡെസ്പായിട്ടുള്ളൊരവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അധീന. ഹായ്, എൻ്റെ പേര് കിരൺ, 27 വയസ്സ്. ഹായ്, എൻ്റെ പേര് ദീപക്. ഹായ്, എൻ്റെ പേര് യദുകൃഷ്ണൻ. എൻ്റെ പേര് കാർത്തിക. ഞാനിവിടെ എബ്രോഡ് PhD ചെയ്യുകയാണ്. സോ ഞാനിവിടെ വന്ന സമയത്ത് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമായിരുന്നു. സോ ഞാനിവിടെ വന്ന് കുറച്ച് നാളിന് ശേഷം എനിക്ക് ഹെവി മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായി. സോ അത് ആദ്യം ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അത് പീരീഡ്സിൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞ് നെഗ്ലക്റ്റീവായിരുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു കൗമാര കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പ്രകടമായിരുന്നു. പക്ഷെ അന്ന് അതിനൊരു മാനസികാരോഗ്യ പ്രശ്നം എന്ന രീതിയിൽ ഞാനല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ കരുതിയിരുന്നില്ല. സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല പലപ്പോഴും ഞാൻ പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചിന്താരീതികൾ അത്തരത്തിലുള്ളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പല ബന്ധങ്ങളിൽ അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ജോലിക്കൊക്കെ നോക്കുന്ന സമയത്തും ഈ സെയിം സിറ്റുവേഷൻ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായ സമയത്താണ് പിന്നെ നമ്മളിതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് നമ്മുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ ഇത്തരം സാധനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ സില്ലിയായിട്ട് എടുക്കരുത്, എന്തുകൊണ്ട് നമ്മൾ ഈ സാധനത്തിൽ നമ്മൾ കൺസേൺ ആവണം, എന്തുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മാനസികാരോഗ്യ പ്രശ്നം നേരിട്ടാൽ അത് കൃത്യമായ ശാസ്ത്രീയമായിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വയം ചികിത്സിക്കുകയോ അല്ലെങ്കിൽ സ്വയം അത് മാറുമെന്നോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നതോ ഒന്നും നമ്മളെ സഹായിക്കില്ല. അത് കാര്യങ്ങൾ കൂടുതലും മോശമാക്കുകയേ ചെയ്യുള്ളൂ. ഫോർച്ചുനേറ്റ്ലി എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഈ ഒരു ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായിരുന്നുണ്ട്, ഈ ഒരു കണ്ടീഷനെ പറ്റി അവയർനെസ് ഉണ്ടായിരുന്നുകൊണ്ട് അപ്പം തന്നെ ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കാൻ പറ്റി, അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്തു. അത് ആക്ച്വലി എൻ്റെ ലൈഫ് മാറ്റിമറിച്ചായിരുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ലൈഫിനെ കുറേ കൂടി റിയലിസ്റ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ എനിക്ക് പറ്റി. അവരുമായിട്ട് ഇൻ പേഴ്സണായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. ലൈക്ക് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിലെ റൂട്ടീൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഈ വേദ ചേഞ്ചസ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ വേദ ചേഞ്ചസ് നമ്മുടെ ഡെയിലി ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ സയൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചതിന് ശേഷമാണ്. പക്ഷെ ഇതൊന്നും പറ്റാത്തൊരു വാസ്റ്റ് മെജോറിറ്റി നമ്മുടെ ചുറ്റുമുണ്ട്. എന്താണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വാസ്റ്റ് മെജോറിറ്റി നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളൊരു ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം, തുറന്ന ചർച്ചകൾ നടത്താം, പരസ്പരം ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു സന്ദേശം തരുന്നതിനാണ് പോയട്രി ഓഫ് റിയാലിറ്റി നോട്ട് അലോൺ എന്ന പേരിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത്. നോ മാറ്റർ ഹൗ സ്മോൾ ഓർ ബിഗ് ദ പ്രോബ്ലം ഇസ്, വി ഷുഡ് ടോക്ക് ടു പീപ്പിൾ. നമ്മൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ ആൾക്കാരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇഫ് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മൾ ചുറ്റിനുമുണ്ട്. സോ അങ്ങനെ ഉള്ളവർക്ക് വളരെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വർക്ക്ഷോപ്പാണ് അത് പോയട്രി ഓഫ് റിയാലിറ്റിയുടെ നോട്ട് അലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, വരുന്ന എക്സ്പേർട്സുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക്സ്.